എനിക്കൊന്ന് സ്പോർട്സ് ഫീൽഡിലുള്ള ഒരുപാട് പേർക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ ഒരു സൈഡിൽ നല്ല നീരുണ്ടായിരുന്നു. വേദന വെച്ചാൽ ഒരുപാട് സമയം ഇരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അലക്കുനി കുറച്ച് ബെൻഡ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വേദന ഉണ്ടായിരുന്നു. നമസ്കാരം, എന്റെ പേര് ഡോക്ടർ കൃഷ്ണപ്രിയ. ഗുരുക്കൾസ് ഹോസ്പിറ്റലിലെ ആയുർവേദിക് കൺസൾട്ടന്റ് ആണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ലംബാർ ഡിസ്കൾജിന്റെ കേസാണ്. പേഷ്യന്റിന്റെ പേര് വീണ. ഒരു വീഴ്ച മൂലം നട്ടലിന് ക്ഷതം പറ്റി തുടർന്ന് പരസഹായമില്ലാതെ നിൽക്കാനോ നടക്കാനോ കഴിയാതെ വന്ന ഒരു പേഷ്യന്റാണ് വീണ. നമ്മൾ 14 ഡേയ്സ് മസാജ് പ്ലസ് കിഴി, ഫിക്സിംഗ് ആൻഡ് ബാൻഡേജിംഗ് തുടങ്ങിയ ചികിത്സകളാണ് വീണയ്ക്ക് നൽകിയത്. 14 ദിവസത്തിന് ശേഷമുള്ള വീണയുടെ അനുഭവങ്ങൾ നമുക്ക് കേട്ടുനോക്കാം. എൻ്റെ പേര് വീണ എന്നാണ്. സ്വദേശം ആലപ്പുഴ. വർക്ക് ചെയ്യുന്നത് കൊല്ലത്താണ്. കൊല്ലം ഡൽഹി പബ്ലിക് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഷൂട്ടറാണ്. ഷൂട്ടിംഗ് ഫീൽഡിലേക്ക് വന്നിട്ട് 6 വർഷമായി. അപ്പം 2017 ഞാൻ ഫസ്റ്റ് നാഷണൽ ചെയ്യുന്നത്. അപ്പം നാഷണലിന് ഒരു തൊട്ട് മുമ്പായിട്ട് കുറച്ച് നാൾ മുമ്പ് ഞാനൊന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണിട്ട് നടുവിന് ചെറിയ പ്രശ്നം ഉണ്ടായി. പ്രശ്നം വെച്ചാൽ എല്ലിൻ്റെ പുറത്തേക്ക് എല്ല് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഹോമിയോ കുറേ നോക്കി, അലോപ്പതി കുറേ നോക്കി. അവസാനം സർജറി ചെയ്യാൻ പറഞ്ഞു. പക്ഷെ സർജറി ചെയ്താലും എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടാവും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പം ഭാവിയിൽ ബോൺസിനൊക്കെ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പെയിൻ വരുന്നതനുസരിച്ച് പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെയിൻ കില്ലർ കഴിച്ചിട്ട് അവസാനം എനിക്ക് വേറെ പല റിയാക്ഷനും ഉണ്ടാകാൻ തുടങ്ങി. ബോഡി റിയാക്ഷൻ വേറെ ഉണ്ടാകാൻ തുടങ്ങി. അവസാനം പെയിൻ കില്ലർ നിർത്തിയിട്ട് പിന്നെ അവസാനം ഒട്ടും നടക്കാൻ പറ്റാണ്ടായി. കുറച്ച് ഒരു 10 സ്റ്റെപ്പൊക്കെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. വെയിറ്റ് എടുക്കാൻ പറ്റാണ്ടായി, ഒന്നും ചെയ്യാൻ പറ്റാണ്ട അവസ്ഥയായി. അങ്ങനെ എൻ്റെ റൂംമേറ്റ് ഉണ്ട്, അഭിരാമി കൃഷ്ണ. അവിടെ സ്വദേശം കോഴിക്കോടാണ്. അപ്പം അവളുടെ ഒരു കസിൻ ഇങ്ങനെ ഗുരുക്കൾസിൽ വന്ന് ഒഴിച്ചിൽ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ഭേദമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവൾ എന്നോട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, ഇവിടെ പോവാം. 3 ദിവസം ആദ്യം വന്നിട്ട് 3 ദിവസം കെട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സൈഡ്, നടുവിൻ്റെ ഒരു സൈഡിൽ നല്ല നീരുണ്ടായിരുന്നു. ശരിക്കും കെട്ടി വിട്ടതിന് ശേഷം എനിക്ക് നീരൊക്കെ നല്ല പോയിട്ട് നല്ല തടിപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സൈഡ്, ആ തടിപ്പൊക്കെ മാറിയിട്ട് വേദന വെച്ചാൽ ഒരുപാട് സമയം ഇരിക്കാനൊന്നും പറ്റുന്നില്ല. എനിക്ക് അലക്കുനി കുറച്ച് ബെൻഡ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദന നല്ല കുറവുണ്ട്. ആ നീരൊക്കെ മാറിയിട്ട് നല്ല വേദന കുറവുണ്ട്. അങ്ങനെ ഇരിക്കുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് നേരത്തെ എവിടെ ഇരുന്നാലും ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയുള്ള ആ ഒരു കെട്ടിന് ശേഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. വേദനയൊക്കെ നല്ല കുറവുണ്ട്. ഗുണം ഒരുപാട്. എനിക്കൊന്ന് സ്പോർട്സ് ഫീൽഡിലുള്ള ഒരുപാട് പേർക്ക് ഇത് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം സ്പോർട്സ് ഫീൽഡിലുള്ള ഒരുപാട് കുട്ടികളാണെങ്കിലും ഇങ്ങനെ വീഴ്ചയും അതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നടുവിനാണെങ്കിലും ഷോൾഡർ, കഴുത്ത്, കാല്, മുട്ട്, ഇതിനൊക്കെ നല്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഒടിവും അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ എനിക്കൊന്നും അങ്ങനെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാണ്ട് നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും. പക്ഷെ എനിക്കൊന്നും ഞങ്ങളുടെ തെക്കൻ കേരളത്തിൽ ഇങ്ങനൊരു സംഭവമില്ല. അപ്പം ഗുരുക്കൾസ് അവിടെ കൂടി സ്പ്രെഡ് ചെയ്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായാണ്. ഒത്തിരി പേർക്ക് ഉപകാരം ചെയ്തത്.